പൊതുദർശനം നടക്കുന്ന വി എസിൻ്റെ അരികിൽ തന്നെ ഉണ്ട്. കാരാട്ടടക്കമുള്ള ദേശീയ വനിതാ നേതാക്കൾ അരികിലുണ്ട്. ഇന്ന് പൊതു അവധിയായതുകൊണ്ട് എല്ലാവർക്കും വി എസിനെ കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും അവിടേക്ക് എത്തിപ്പെടാനുള്ള അവസരം ഉണ്ട്. സുഗമമായിട്ടുള്ള ഒരു പൊതുദർശനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ കണ്ട് പിൻവാങ്ങുന്നു, പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു. ചിലർ മൊബൈൽ ഫോണിൽ മൃതദേഹത്തിൻ്റെ അരികിലെത്തി അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് സ്വന്തമായി എടുക്കുന്നു. അത് അവർക്ക് ഏറെക്കാലം സൂക്ഷിച്ചു വയ്ക്കാനും സ്വന്തമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് വി എസിൻ്റെ ചിത്രമെടുത്തു എന്ന് വിചാരിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. എത്രയോ ചരിത്ര പ്രധാനമായ സന്ദർഭങ്ങൾ സാധാരണ പൊതുജനം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വി എസിൻ്റെ പ്രസംഗങ്ങൾ, വി എസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശരീരഭാഷകൾ എന്നിവയൊക്കെ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ അവർക്ക് നിശ്ചലമായ ആ മുഖം ഒരു ചിത്രമാക്കി എടുത്ത് തിരിച്ചു മടങ്ങുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് നോക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുമായിരിക്കും. എന്തായാലും എണ്ണമറ്റ സമരങ്ങളും പ്രതിരോധങ്ങളും കൊണ്ട് ജനകീയ രാഷ്ട്രീയത്തിൻ്റെ അടയാളമായി മാറിയ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ മുന്നോട്ട് വച്ച നിലപാടുകളുടെ തീപിടിച്ച ഓർമ്മ ഈ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുന്ന ഈ ഇടത്ത് എത്തിച്ചേരുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും. മണ്ണിനും മനുഷ്യനും വേണ്ടി ഉയിര് പകുത്തും വിയർപ്പൊഴുക്കിയും നിലകൊണ്ട് നാടിൻ്റെ കണ്ണും കരളുമായി മാറിയ നേതാവ്, ഇടവേളകളില്ലാത്ത സമരങ്ങളുടെ ഇടിമുഴക്കമായി മാറിയ ചരിത്രത്തിൻ്റെ വക്താവ്, വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ സംപ്രേഷകൻ, ജലത്തിലെ മത്സ്യമെന്ന പോലെ ജനസാഗരങ്ങൾക്കൊപ്പം നിറഞ്ഞു നിന്ന അപൂർവ ജീവിതം. ആ ജനസാഗരം ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ നേതാവിനെ കാണാൻ വേണ്ടി ഉപാധികളില്ലാത്ത, കക്ഷിരാഷ്ട്രീയ ഭേദങ്ങളില്ലാത്ത, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബോധ്യത്തോടുകൂടി വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് അണമുറിയാത്ത ഈ ജനപ്രവാഹം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾക്ക് 102 വയസ്സ് എന്നതിനെ സമരനൂറ്റാണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. ഒരു നൂറ്റാണ്ടിൻ്റെ അസ്തമയം അതൊരു സമരനൂറ്റാണ്ടായി തീരുകയും ചെയ്യുന്നു. കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR കൂടി നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരും. വി എസ് വിട പറയുമ്പോൾ അതൊരു ചരിത്രഘട്ടത്തിൻ്റെ ഒടുക്കവും അതേസമയം അസ്തമിക്കാത്ത ധീരസ്മരണകളുടെ തുടക്കവുമായി തീരുന്നു. അതുകൊണ്ട് വി എസ് ഒരു മൃതദേഹമായി ദർബാർ ഹാളിൽ കിടക്കുമ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒടുക്കം ആയിത്തീരുന്നു, അതേസമയം അസ്തമിക്കാത്ത ധീരസ്മരണകളുടെ തുടക്കവുമായി തീരുന്നു എന്ന് പറയേണ്ടി വരുന്നു. സമരമുഖങ്ങളാൽ സ്വന്തം ജീവിതത്തെ സമ്പന്നമാക്കിയ ഒരു യുഗപ്രഭാവൻ്റെ ഇടവാങ്ങൽ നിമിഷങ്ങളാണ് ഇത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് 102-ാം വയസ്സിൽ യാത്ര ചൊല്ലുമ്പോൾ ഐക്യകേരളത്തിന് മുൻപ് തന്നെ നമ്മുടെ ഈ ദേശത്ത് പിറവിയെടുത്ത സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അതിപ്രധാനമായ ഒരു ചരിത്രഖണ്ഡത്തിന് കൂടിയാണ് അവസാനം കുറിക്കുന്നത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ളവർ വയ്ക്കുന്നു. കേരളത്തെയും കേരളീയതയെയും അടയാളപ്പെടുത്തിയ സമരേതിഹാസങ്ങളുടെ പതാക വാഹകരിലെ അവസാന കണ്ണിക്ക് നാട് പുഷ്പചക്രങ്ങളാലും മുഷ്ടിചുരുട്ടിയുള്ള അഭിവാദ്യങ്ങളാലും വിട നൽകുന്നു. ഐക്യകേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ യാഥാർത്ഥ്യമാക്കാൻ പാർട്ടിയെ സുസജ്ജമാക്കിയ പിന്നണി പോരാളി ഈ പ്രഭാതത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ജനസഹസ്രങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങുന്നു.
61 വർഷം മുമ്പ് CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPIM എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയ 32 പേരിൽ അവസാനത്തെയാൾ ചരിത്രത്തിലെ ചാരുദൃശ്യം പോലെ നമ്മോട് ചരിത്രത്തെ ഓർമ്മിക്കണമെന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നും ചോദ്യങ്ങൾ ഉന്നയിക്കാത്തവർക്ക് പോരാട്ടം നടത്താൻ കഴിയില്ല എന്നും സ്വന്തം ജീവിതം കൊണ്ട് പിന്നീട് പാർട്ടിക്കകത്ത് ആചാര്യനെതിരെ പോലും പോരിനിറങ്ങിയ വിപ്ലവകാരിയായിട്ട് മാറുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ജനകീയ സമരത്തിൻ്റെ പടവാൾ വീശിയ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നു. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗികതകളെ മാറ്റിവെച്ചുകൊണ്ട് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ജനപക്ഷ ഭരണത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ച ഉജ്ജ്വലനായ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് നമ്മെക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ സമര ഇതിഹാസങ്ങളാൽ കേരളീയ ജനസമൂഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിലെ അത്യപൂർവ പ്രതിഭ, ഐക്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശയെ നിർവചിക്കുകയും നയിക്കുകയും ചെയ്ത EMS, C അച്യുതമേനോൻ, CH മുഹമ്മദ് കോയ, K കരുണാകരൻ, EK നായനാർ, ഉമ്മൻചാണ്ടി തുടങ്ങിയ പേരുകൾക്കൊപ്പം ആദ്യമേ പരാമർശിക്കേണ്ട നാമധേയമാകുന്നു VS അച്യുതാനന്ദൻ്റെ. ആധുനിക രൂപപ്പെടുത്തുന്നതിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കൂടി ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഉയർന്ന കൈകളുമായി സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന VS ആണ് എക്കാലത്തും പൊതുവേദികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതേ VSൻ്റെ മുന്നിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു നേതാക്കളേക്കാൾ വലിയ ആൾക്കൂട്ടങ്ങൾ. ജീവിതത്തിൻ്റെ മുഴുവൻ സമരഭാവങ്ങളും അന്നത്തെ അദ്ദേഹത്തിൻ്റെ നിൽപ്പിലുണ്ടായിരുന്നു. ഓർക്കുക, 17-ാം വയസ്സിൽ ഇതാ ഒരു തൊഴിലാളി സ്ത്രീയെ നോക്കുക. അവർ എൻ്റെ സഖാവേ എന്നാണ് വിളിച്ചു പറഞ്ഞത്. ആ സമയത്ത് ക്യാമറ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുകയുണ്ടായി. ഇതിന് സമാനമായൊരു ദൃശ്യം ഞാനിപ്പോൾ ഓർക്കുന്നത്, EK നായനാർ വേർപിരിഞ്ഞപ്പോൾ വിലാപയാത്ര കുട്ടനാട് ഭാഗത്തെത്തിയപ്പോൾ എൻ്റെ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശവമഞ്ചത്തിലേക്ക് ആർത്തലച്ച് വീഴുന്ന ഒരു ഇതേപോലെയുള്ള ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള അത്രമേൽ തൊഴിലാളിയായ ഒരു സ്ത്രീയായിരുന്നു. അർപ്പിക്കപ്പെടുന്ന പുഷ്പചക്രങ്ങളെക്കാൾ വിലപിടിപ്പുള്ള മുല്ലപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ശവമഞ്ചത്തേക്കാൾ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ നൽകുന്ന സല്യൂട്ടിനേക്കാൾ പോലീസുകാർ നൽകുന്ന കാക്കിയിട്ട അഭിവാദ്യങ്ങളെക്കാൾ ഒരുപക്ഷേ VSന് എന്നും പ്രിയം എന്ന് മാത്രമല്ല, ചാടി എഴുന്നേറ്റ് അവർക്കൊപ്പം പോകാൻ തോന്നുന്ന ആ ഒരു ഊർജ്ജസ്വലത ഒരു സാധാരണ തൊഴിലാളിയുടെ മുഖത്ത് നോക്കിയുള്ള സഖാവേ എന്ന വിളി ആയിരിക്കും എന്ന് ഈ നിമിഷങ്ങൾ നമ്മോട് സൂചിപ്പിക്കും. റിയാസ് KM ചേരുന്നു. റിയാസ്.